ഇൻഡെക്സ് വെയ്റ്റഡ് ആഗ്രിഗേറ്റ് മെത്തേഡ്സ് അനുസരിച്ച് എങ്ങനെയാണ് ഇൻഡെക്സ് നമ്പേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഇൻഡെക്സ് വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 3 മെത്തേഡാണുള്ളത്. ലാസ്പിയേഴ്സ് മെത്തേഡ്, പാസ്കേസ് മെത്തേഡ്, ഫിഷേഴ്സ് ഐഡിയൽ മെത്തേഡ്. 3 രീതിയിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. അതിന് വേണ്ടി നമുക്ക് നോക്കേണ്ട കുറച്ച് ഇക്വേഷൻസിൽ വരുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. P0 എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസ് ഇയറിലെ പ്രൈസ്, ബേസ് ഇയർ പ്രൈസ്. P1 എന്ന് പറഞ്ഞാലോ കറണ്ട് ഇയർ പ്രൈസ്, കറണ്ട് ഇയർ പ്രൈസ്. Q0 എന്ന് പറഞ്ഞാലോ ബേസ് ഇയർ ക്വാണ്ടിറ്റി, ബേസ് ഇയർ ക്വാണ്ടിറ്റി. Q1 എന്ന് പറഞ്ഞാലോ കറണ്ട് ഇയർ ക്വാണ്ടിറ്റി, കറണ്ട് ഇയർ ക്വാണ്ടിറ്റി. ഇതനുസരിച്ചാണ് നമ്മൾ ഇക്വേഷൻ ബിൽഡ് ചെയ്യുന്നത്. ലാസ്പിയേഴ്സ് മെത്തേഡിൽ നമ്മൾ എന്തെടുക്കുന്നു? പ്രൈസിനെ അവിടെ എടുക്കുന്നുണ്ട്, ക്വാണ്ടിറ്റി ഉണ്ട്. ക്വാണ്ടിറ്റി ഏതാണ്? ബേസ് ഇയർ ക്വാണ്ടിറ്റി ആണ് എടുക്കുന്നത്. അപ്പൊ ഇക്വേഷൻ നോക്കിയേ, സിഗ്മ P1 Q0 ഡിവൈഡഡ് ബൈ സിഗ്മ P0 Q0 ഇൻറ്റു 100. ദെൻ പാസ്കേസ് മെത്തേഡ് അനുസരിച്ച് എടുക്കുന്നത് ഏതാണ്? പാസ്കേസ് മെത്തേഡ് അനുസരിച്ച് കറണ്ട് ഇയർ ക്വാണ്ടിറ്റി ആണ് എടുക്കുന്നത്. ഓക്കെ, കറണ്ട് ഇയർ ക്വാണ്ടിറ്റി. അതുകൊണ്ട് Q1 ആണ് ഇക്വേഷൻ വരുന്നത്. Q0ക്ക് പകരം Q1 വരുന്നു. സിഗ്മ P1 Q1 ഡിവൈഡഡ് ബൈ സിഗ്മ P0 Q1 ഇൻറ്റു 100. ദെൻ ഫിഷേഴ്സ് മെത്തേഡ് അനുസരിച്ച് ഈ രണ്ട് മെത്തേഡ് കമ്പൈൻ ചെയ്തൊരു ഇക്വേഷൻ ആണ് വരുന്നത്. റൂട്ട് ഓഫ് സിഗ്മ P1 Q0 ഡിവൈഡഡ് ബൈ സിഗ്മ P0 Q0 ഇൻറ്റു സിഗ്മ P1 Q1 ഡിവൈഡഡ് ബൈ സിഗ്മ P0 Q1 ഇൻറ്റു 100. നോക്കിക്കേ, ഇത് ലാസ്പിയേഴ്സിന്റെ ഇക്വേഷൻ, ഇത് പാസ്കേഡ് ഇക്വേഷൻ. അപ്പൊ ആൻസർ, ലാസ്പിയേഴ്സിന്റെ ആൻസറും പാസ്കേഡ് ആൻസറും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് അതിന്റെ റൂട്ട് കണ്ടുപിടിച്ചിട്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫിഷേഴ്സ് ഐഡിയൽ മെത്തേഡ് അനുസരിച്ച് ഇൻഡെക്സ് വാല്യുവേഷൻ കിട്ടും. അപ്പൊ ഈ 3 ഇക്വേഷൻസ് പഠിച്ചു വെക്കണം. ഏതെങ്കിലും ഒരു മെത്തേഡ് അനുസരിച്ച് നിങ്ങൾക്ക് കാൽക്കുലേഷൻ ചോദിക്കും. അപ്പം ഈ ഒരു ചാപ്റ്റർ എന്നുള്ളത് സെറ്റ് ആയിട്ടില്ലേ?